Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോക്കോ M3 എന്ന ഫോൺ ഒരു 11,000 രൂപയ്ക്ക് 6GB റാമും 64GB സ്റ്റോറേജ് കിട്ടുന്ന ഒരു ഫോണാണ്. ഈ ഒരു ഫോൺ ഒരു നല്ല ഗെയിമിംഗ് ഫോൺ ആയിരിക്കും. അങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരം അത്ര നല്ല ഗെയിമിംഗ് ഫോൺ അല്ല എന്ന് തന്നെയാണ്. എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. എന്നാൽ ഫ്രീ ഫയറോ പെസോ കളിക്കാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. ബട്ട് PUBG വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്താൻ പോകുന്നത്. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് വീഡിയോയിൽ ഞാൻ പറയാം. ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറയുന്ന ഒരു 10,000 രൂപയ്ക്ക് ഡീസൻ്റ് ആയ ഒരു പ്രോസറാണ്. അതേപോലെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 6GB റാമും 64GB സ്റ്റോറേജും വരുന്നുണ്ട്. ഫുൾ HD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു വലിയ ഡിസ്പ്ലേ 6.53 ഇഞ്ച് വരുന്ന ഒരു വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓവറോൾ ഒരു ഡീസൻ്റ് ആയ ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഗെയിം പ്ലേ കിടക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഹീറ്റിംഗ് ലെവൽ ഒന്ന് നോക്കാം. 28.4 എന്ന് വെച്ചാൽ ഏകദേശം ഒരു 29 കൂട്ടാം. അപ്പോൾ രണ്ട് സൈഡിലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. സോ 30 ഡിഗ്രി താഴെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ മോർണിംഗ് ടൈമാണ്. സോ ഞാൻ ഒരു ഓവർ ഹീറ്റിംഗ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോണിന്റെ ഇൻസൈഡ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ ഗെയിമിലേക്ക് കടക്കുവാണ്. നമ്മൾ ഗെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെറ്റിംഗ്സിലേക്ക് ഒന്ന് വന്ന് നോക്കാം. ഗ്രാഫിക്സ് സെറ്റിംഗ്സ് PUBGയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്മൂത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, മീഡിയം, ഹൈ അത്രയേ ഉള്ളൂ. സ്മൂത്തിൽ ഹൈ വരെ ഉള്ളൂ, അതിൽ കൂടുതലില്ല. അപ്പോൾ ബാലൻസർ നോക്കിയാൽ അത്ര പോലും ഇല്ല, സ്മൂത്ത് മീഡിയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയുമാണ് അതിന്റെ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഒന്നും അവൈലബിൾ അല്ല, ഈ ഒരു സെറ്റിംഗ്സേ അവൈലബിൾ ഉള്ളൂ. ഞാൻ കളർഫുൾ അടക്കം കൊടുത്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫുൾ HD സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. വീഡിയോ ക്വാളിറ്റി 16 MB/s കിട്ടും. സൗണ്ട് സിസ്റ്റം സൗണ്ട് അല്ലെങ്കിൽ മൈക്കിന്റെ സൗണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണമേ കിട്ടുള്ളൂ, രണ്ടും കൂടി കിട്ടില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പോൾ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഗൈറോയുടെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാം. എല്ലാവരും ഈ ഒരു ഫോണിന്റെ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ ചെയ്ത് എല്ലാവരും പറഞ്ഞുള്ള ഒരു കാര്യമാണ് ഗൈറോ ഇഷ്യൂ. നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗെയിമിനകത്ത് ഇറങ്ങി നോക്കാം ഇതെങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഇപ്പം ഞാനിവിടെ ലാൻഡ് ചെയ്യാണ്. ഞാൻ വളരെ ചുരുങ്ങിയ ഒരു ഏരിയയിലേക്കാണ് ലാൻഡ് ചെയ്യുന്നത്, കാരണം ഇതിന്റെ ഗൈറോ വെച്ചുകൊണ്ട് കളിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ഫുള്ളായിട്ടും ഐഫോണിലും ഐപാഡിലും ഒക്കെ ഫുൾ ഗൈറോ മാത്രം എയിം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്. ADS എന്ന് പറഞ്ഞ സംഗതിയെ ഉപയോഗിക്കാറില്ല എയിം ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ റയറായിട്ട് മാത്രമാണ് ADS ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ഗൈറോ ഇല്ലാതെ എനിക്ക് ഒരു തരത്തിലും കളിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗൈറോയുടെ മൂവ്മെന്റ് വളരെ ദയനീയമാണ്. നമ്മൾ മുകളിലേക്ക് ഫോൺ ഉയർത്തി പിടിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഗൈറോ മുകളിലേക്ക് എത്തുന്നത്. വളരെ സ്ലോ ആണ്. സോ നിങ്ങൾ ഗൈറോ ഉപയോഗിച്ചുകൊണ്ട് PUBG അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമുകളൊക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഡിവൈസ് എന്തായാലും നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല, 100% ഉറപ്പാണ്. ഇതിന് മുമ്പ് പോക്കോ M2 എന്നാണ് ആ ഫോണിന് ഇത്തരം ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂ നമുക്ക് പക്ഷെ കാലിബ്രേഷൻ ചെയ്തപ്പോൾ കുറച്ച് ശരിയായിട്ടുണ്ടായിരുന്നു. ഇതിൽ പക്ഷെ ഞാൻ പലതും ചെയ്തു നോക്കിയെങ്കിലും ഒന്നുകൊണ്ടും ഈ ഒരു ഇഷ്യൂ സോൾവ് ആയിട്ടില്ല. സോ ഗൈറോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കരുത്. ആ ഒരു പരിപാടി നടക്കുന്നില്ല. മേ ബി ഒരു അപ്ഡേറ്റിൽ ഭാവിയിൽ ഫിക്സ് ആകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴേക്ക് എന്തായാലും ഇതിന്റെ ഗൈറോ ഒട്ടും തന്നെ നല്ല രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഞാൻ കളിക്കാൻ പോവുകയാണ്. ആ സ്ക്രീൻ റെക്കോർഡിങ്ങിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഞാൻ ഫുൾ ഗൈറോ ഉപയോഗിച്ച് മാത്രം കളിക്കുന്ന ഒരാളാണ് എയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ കളിക്കാനേ പറ്റില്ല, 100% ഷുവറാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോൺ കുറേ നാൾക്ക് ശേഷം ഗൈറോ ഇല്ലാതെ കളിക്കുന്ന ഒരു അവസ്ഥ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിമയെ കില്ലെടുക്കാൻ പറ്റുമെന്നുള്ള യാതൊരു ചിന്തയും എനിക്കില്ല. നമുക്കൊന്ന് കാണാം ഓരോ ഏരിയയിലും ലാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ ലാഗ് വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കോച്ചിങ്ങിലാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ലാഗ് കാര്യങ്ങളൊന്നും ഓവറായിട്ട് കാണാനില്ല. നെക്സ്റ്റ് ലാൻഡിങ് നമുക്ക് മറ്റൊരു ഏരിയയിൽ ചെയ്ത് നോക്കാം. ഇവിടെ ലാൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ലാഗും കാര്യങ്ങളും വലിയ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഫോൺ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ലാഗ് ഇല്ല എന്ന്. അപ്പോൾ ഭയങ്കര ലാഗ് ഇല്ലാത്ത അടിപൊളി ഫോണാണെന്നൊന്നും ആരും വിചാരിക്കരുത്. ഈ വലിച്ച് കിട്ടാവുന്ന ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് ഗെയിം കളിക്കാം.
ബട്ട് അഗൈൻ PUBG ഒക്കെ ഗൈറോ ഉപയോഗിച്ച് കളിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് എടുക്കരുത്. ഗൈറോ വർക്ക് ചെയ്യില്ല. ADS മാത്രം വെച്ചുകൊണ്ട് കളിക്കുന്നവർക്ക് മാത്രമേ കുഴപ്പമില്ല എന്നുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗൈറോ ഉപയോഗിക്കുന്ന ആളോ ഭാവിയിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ആളോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഫോണിലേക്ക് നോക്കുക വേണ്ട. മറ്റൊരു ഏരിയ മിലിറ്ററി ബേസിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ അത് അവിടുത്തെ ഒരു സീനാണ്. അപ്പോൾ എവിടെ ലാൻഡ് ചെയ്യുമ്പോഴും ഓവറായിട്ട് ലാഗായി ഗ്രാഫിക്സ് ലോഡ് ആവാനുള്ള ബുദ്ധിമുട്ടായി നിൽക്കുന്ന സാഹചര്യമൊന്നുമില്ല. ഗ്രാഫിക്സ് ഒക്കെ നൈസായിട്ട് ലോഡ് ആവുന്നുണ്ട്, ഇഷ്യൂസ് ഇല്ല. സോ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഒരു ഫോൺ എന്ന രീതിയിൽ നൈസായിട്ട് വർക്ക് ചെയ്യുന്നു. ഗൈറോ കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഫോൺ എന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പോഴേക്ക് ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് ഗൈറോ ചിലപ്പോൾ ഈ ഫ്രീ ഫയർ കളിക്കുന്നവർക്കോ അല്ലെങ്കിൽ പെസ് കളിക്കുന്നവർക്കോ ഇഷ്യൂ ഉണ്ടാവില്ല. ബട്ട് PUBG ഗൈറോ ഉപയോഗിച്ച് കളിക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നെഗറ്റീവായ ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ഫോണിലേക്ക് നോക്കണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പറയുമ്പോൾ അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ ഈ ഒരു ഓരോ വിൻഡോയിലേക്ക് മാറി മാറി ഞാൻ എയിം ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് കണ്ടോ? ഒരു എയിമിൽ നമ്മളവിടെ ഫയർ ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ ഈ രീതിയിൽ എയിം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ വിൻഡോയിലേക്ക് നമ്മൾ എയിം ചെയ്യാൻ നോക്കുമ്പോൾ ഗൈറോ നേരെ അടുത്ത സെക്ഷനിലേക്ക് മാറി പോവാണ്. മുകളിലേക്ക് ആക്കിയാൽ നേരെ മുകളിൽ കയറി പോവാണ്, താഴേക്ക് ആക്കിയാൽ നേരെ താഴേക്ക് പോവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഗൈറോ വരില്ല. അപ്പോൾ ഇതിന്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും സുഹൃത്തുക്കളെ ആരും കമന്റ് ചെയ്യരുത്. കാരണം ഇതെന്റെ ഐഫോണിലൊക്കെ ഇട്ട് ഞാൻ ഉപയോഗിക്കുന്ന പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റിയാണ് എൻ്റെ. അത് ഇതിനകത്തേക്ക് ഇടുമ്പോൾ ഒരു തരത്തിലും വർക്ക് ചെയ്യില്ല. ഇത് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണെന്ന് ആരും വിചാരിക്കരുത്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്കിനി ഇതിന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിന്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഒരു റെക്കോർഡിങ്ങിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നിൽ ഇന്റേണൽ സൗണ്ട് അല്ലെങ്കിൽ മൈക്കിന്റെ സൗണ്ട് ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ, രണ്ടും കൂടി കിട്ടില്ല. അപ്പോൾ ആ ഒരു ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി സ്ക്രീൻ റെക്കോർഡ് ഒരു 15 മിനിറ്റ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഹീറ്റിംഗ് ലെവലും കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ ഒരു 34, 35 ആ റേഞ്ചിലാണ്. 32, 33 അങ്ങനെ കാണിക്കുന്നുണ്ട്. ഓവറോൾ ഒരു 35 ഡിഗ്രി താഴെയാണ് ടെമ്പറേച്ചർ വരുന്നുള്ളൂ. ഇത് മോർണിംഗ് ടൈം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 40 ഡിഗ്രിയിലേക്ക് മാക്സിമം പ്രതീക്ഷിക്കാം. സ്ക്രീൻ റെക്കോർഡ് അടക്കം ചെയ്യാം. അത് ഈ 16 MB/s എന്ന് പറയുന്ന സെറ്റപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ കാണുന്നത്. ഇനി നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ഒന്നും ഇല്ലാതെ യൂഷ്വലി കളിക്കുന്ന പോലെയും കളിക്കാം. അപ്പോൾ അന്തരീക്ഷത്തിൽ ചൂടായി തുടങ്ങുന്നുണ്ട് രാവിലെ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, നമ്മൾ 8 മണിക്കാണ് ഗെയിം തുടങ്ങിയത്. ഇപ്പോൾ ഒരു 9 മണി ആയിരിക്കുകയാണ് ഏകദേശം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഗെയിം അവസാനിപ്പിക്കുമ്പോൾ നമ്മളൊരു 3/4 മണിക്കൂറോളം നോർമലായിട്ട് ഗെയിം കളിച്ചിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ടെമ്പറേച്ചർ നോക്കിയാൽ 37, 38 ഒക്കെ എത്തുന്നുണ്ട് മാക്സിമം. സോ ഒരു 40 ഡിഗ്രി താഴെ എന്ന് വെച്ചാൽ ഓവർ ഹീറ്റിംഗ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്താലും ഇല്ലെങ്കിലും ഒന്നും ഓവർ ഹീറ്റിംഗ് ആവുന്ന പ്രശ്നമില്ല. സോ നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. ഇപ്പോൾ 71%, 84 തുടങ്ങിയതാണ്. കഷ്ടി ഒരു മണിക്കൂറോളം കളിക്കാൻ വേണ്ടിയിട്ട് ഒരു 10% ചാർജ് ഒക്കെ എടുക്കുന്നുള്ളൂ ഏകദേശം. അവർ 10 അല്ല 14% ഒക്കെ മാക്സിമം പോയാൽ എടുക്കും. അത് യൂഷ്വലി വരുന്ന ഒരു നല്ല ബാറ്ററി ലൈഫാണ്, ഒരു കുഴപ്പമില്ല. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, നോർമലി കളിക്കാൻ കുഴപ്പമില്ല. ഓവറോൾ നല്ല ഫോണാണ്, നല്ല പെർഫോമൻസ് ഉണ്ട്. ഗൈറോ എന്ന് പറയുന്ന സംഗതി വർക്ക് ചെയ്യുന്നില്ല എന്നല്ല, റോങ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഗൈറോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഫോൺ ഒരിക്കലും നല്ല ഫോണല്ല. ഗൈറോ നല്ല രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾ PUBG കളിക്കുന്ന ആളാണോ ഗൈറോ ഉപയോഗിക്കുന്ന ആളാണോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. വേണോ വേണ്ടയോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിമിംഗ് റിവ്യൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.